കറക്റ്റ് ഇറങ്ങേണ്ട സ്പോട്ട് എത്തുമ്പോൾ തന്നെ ഈ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനാന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ പോയില്ല. ഒന്ന് ഈ മഴ, രണ്ടാമത്തെ കുഞ്ഞുങ്ങൾ കൈമാറി പോകുന്നില്ല. പിന്നെ നമ്മൾ അവരുടെ ബസ്സിൽ തന്നെ ഉള്ളിലേക്ക് കുറേ പോയാലും പിന്നെയും കിലോമീറ്ററുകളോളം നടക്കേണ്ടതുകൊണ്ട് ഞങ്ങൾ പിന്നെ ആ ഒരു ദൗത്യം ഉപേക്ഷിച്ച് ഞങ്ങൾ നേരെ വണ്ടിയെടുത്ത് അങ്ങ് പോകുമായിരുന്നേ. വീട്ടിൽ നിന്ന് ഇറങ്ങിയതിൽ പിന്നെ മൂടിക്കിടക്കുന്ന ആകാശം തെളിഞ്ഞു കാണുന്നത് ദാ ഇവിടെ എത്തിയപ്പോഴാണ് കേട്ടോ. ഞങ്ങൾ ഏകദേശം തമിഴ്നാട് ബോർഡർ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ ഈ കാണുന്ന കാറ്റാടിപ്പാടങ്ങളാണ് ആദ്യയുടെ ലാൻഡ്മാർക്ക്. ഇതിനർത്ഥം പഴനി എത്തിയെന്നാണ്. ശേഷം ഞങ്ങൾ പ്രീ ബുക്കിംഗ് ചെയ്ത ഹോട്ടലിലെത്തി. അവിടെ ഞങ്ങളുടെ ലഗേജുകളൊക്കെ അവിടെ ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ റെസ്റ്റ് എടുക്കാൻ തുടങ്ങി. കാരണം എന്ന് വെച്ചാൽ 297 കിലോമീറ്റർ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചു വന്ന ചിക്കുവിന് റെസ്റ്റ് ആവശ്യമാണ്. പിന്നെ ചിക്കു റെസ്റ്റ് എടുത്തോ എന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യചിഹ്നം മാത്രമാണ്. കാര്യം ഈ ടൂറിൻ്റെ ഹെഡ് എന്ന് പറയുന്ന ചിക്കുവാണ്. ഇന്ന് ഞങ്ങളിവിടെ സ്റ്റേ ആണ് കേട്ടോ. ഇന്ന് നൈറ്റും നാളെ വെളുപ്പിനെയും മല കയറണമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരിക്കുന്നത്. റെസ്റ്റെല്ലാം എടുത്തതിന് ശേഷം ഫ്രഷായി ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം മല കയറാനായിട്ട് പോവുകയാണ് കേട്ടോ. ഞങ്ങളുടെ ഹോട്ടലും പഴനി മലയും കുറച്ച് ദൂരം ഉണ്ടെങ്കിലും ഞങ്ങൾ നടന്നു പോകാമെന്ന് തന്നെ തീരുമാനിച്ചു. കാര്യം നമുക്ക് നാളെ രാവിലെ ഈ കാഴ്ചകൾ കാണാൻ പറ്റണമെന്നില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ആ വഴിയോരത്തോടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്ക് ഒത്തിരി കച്ചവടക്കാർ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ കഴിഞ്ഞ വർഷത്തിലും താരതമ്യേന കച്ചവടക്കാർ കുറവാണ്. ആമിയെ ചിക്കു എടുത്ത്, ഹരിയെ ഹരിതയും എടുത്ത്. കാര്യം ഇത്രയും ദൂരം കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കുന്നത് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ കൂടുതലും ഹരിയെ എടുത്തത് ഹരിത തന്നെയാണ് കേട്ടോ, എൻ്റെ അനിയത്തി. മലയിലേക്ക് കയറുമ്പോഴത്തേക്കും അവിടെ ഫോൺ അലൗഡ് അല്ല. മല അടിവാരത്തിൽ വെച്ച് തന്നെ നമ്മുടെ ബാഗുകളൊക്കെ ചെക്ക് ചെയ്തിട്ട് ഫോൺ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവരവിടെ വാങ്ങിച്ചു വെക്കും, ഇല്ലെങ്കിൽ നമുക്ക് ഫോണുകളൊക്കെ സൂക്ഷിച്ച് വെക്കാൻ പറ്റിയൊരു കൗണ്ടറുണ്ട്. അവിടെ ഫ്രീ ആണ്. അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് ഫോണെല്ലാം വെച്ചതിന് ശേഷം നമുക്കൊരു ടോക്കൺ നമ്പർ തരും. അത് നമ്മൾ സൂക്ഷിക്കണം. അത് തിരിച്ച് നമ്മൾ മലയെല്ലാം കയറി തിരിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ടോക്കൺ തിരികെ കൊടുത്ത് ആ ഫോണുകളൊക്കെ കളക്ട് ചെയ്യാമെന്ന്. അത് എത്രത്തോളം സെക്യൂരിറ്റി ഉണ്ട് എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് ആ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. കാര്യം അവിടെ പെയ്ഡായിട്ട് ചെയ്യാനായിട്ട് ഇല്ലായിരുന്നു. ഇതിപ്പോൾ പിറ്റേ ദിവസമായിട്ടുണ്ട് കേട്ടോ. ഞങ്ങളെല്ലാം ഇതേപോലെ ഫ്രഷായിട്ട് ഒന്നുകൂടെ മല കയറാമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് പോണത്. പക്ഷേ അന്ന് മഴ ഉണ്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾ ആ ഒരു കാര്യം സ്കിപ്പ് ചെയ്ത്. കാര്യം കുഞ്ഞുങ്ങളുമായിട്ട് ഇനി മഴ പെയ്ത് കിടക്കുന്ന മലയിലോട്ട് കയറാൻ ഞങ്ങൾക്കൊരു പേടി. മല കയറണ്ട എന്നുള്ള തീരുമാനത്തിന് ശേഷം ഞങ്ങൾ പർച്ചേസ് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് റോഡിലൂടെ നടക്കുക കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് മയിൽപ്പീലി, പിന്നെ വീട്ടിൽ വെക്കാൻ ഒരു കുഞ്ഞു വിഗ്രഹം മുരുകൻ്റെ, ഇതൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷെ കടകളൊന്നും അധികം ഇല്ല. അതെന്താണെന്ന് മനസ്സിലാകുന്നില്ല. എന്നാൽ സീസൺ ടൈമിലാണ് ഞങ്ങൾ പോയത്. എങ്കിൽ പിന്നെ പിള്ളേർക്ക് എന്തെങ്കിലും ടോയ്സ് വാങ്ങാമെന്നായി. അങ്ങനെ ടോയ്സ് വാങ്ങാൻ പോയപ്പോഴത്തേക്കും ഇതേ അവസ്ഥ തന്നെ. ടോയ്സ് കടകളൊക്കെ വളരെ കുറവ്. പിന്നെ ഉള്ള കടകളിലാണെങ്കിൽ അത്ര ക്വാളിറ്റി ഇല്ല. പിന്നെ ഇത് നമുക്ക് വീട്ടിൽ പോയിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങാൻ പിള്ളേരെ എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകത്തില്ലല്ലോ. അവർ കൊച്ചു കുഞ്ഞുങ്ങളല്ലേ. പിന്നെ അവരെ പറ്റിക്കാനായിട്ട് ഓരോരുത്തർക്കും ഓരോ ടോയ്സും വാങ്ങി ഞങ്ങൾ ഇറങ്ങി. ഇതിൽ നല്ല ക്വാളിറ്റി ആയിട്ട് നമുക്ക് നമ്മുടെ ബേബി ഷോപ്പിൽ നിന്ന് കിട്ടുമല്ലോ. അത് പറഞ്ഞാൽ പിള്ളേർക്ക് മനസ്സിലാകത്തില്ലല്ലോ. അങ്ങനെ എന്തൊക്കെയോ വാങ്ങിച്ചതിന് ശേഷം തിരിച്ച് ഹോട്ടലിലേക്ക് പോകാനായിട്ട് ഒരു കുതിരവണ്ടിക്കാരനെ വിളിച്ചു കേട്ടോ. അതിൽ ഞാനും ഹരിതയും 3 പിള്ളേരും കൂടെ കയറി. പിന്നെ ചിക്കുനും അമ്മയ്ക്കും ഇനിയും എന്തൊക്കെയോ പർച്ചേസ് ചെയ്യാനുണ്ട്, അവർ നടന്നു വന്നേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുതിരവണ്ടിയിൽ കയറി. ആദ്യത്തെ എക്സ്പീരിയൻസ് ആണല്ലോ പിള്ളേർക്ക്. പിന്നെ ആദ്യയുടെ മുഖത്ത് കാണുന്ന ചിരി ബാക്കി 2 പിള്ളേരുടെ മുഖത്തില്ലായിരുന്നു കേട്ടോ. അവർക്ക് പേടി തന്നെയായിരുന്നു. അങ്ങനെ ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും കുതിരവണ്ടി ചേട്ടൻ പറഞ്ഞു, നിങ്ങൾക്ക് വീഡിയോ ഫോട്ടോ എല്ലാം എടുക്കണമെങ്കിൽ എടുത്തോ കേട്ടോ. അങ്ങനെ ഹരിയെയും അമ്മയും ഇരുത്തി ഫോട്ടോകളും വീഡിയോകളൊക്കെ എടുത്ത് ഞങ്ങൾ പിന്നെ അവിടെ തിരിച്ചു. കമ്പം തേനി റൂട്ടിൽ കൂടെ കേട്ടോ ഞങ്ങൾ തിരികെ പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ വഴി മധ്യേ ഒരു കുഞ്ഞു കടക്കാരൻ ഞങ്ങൾ കണ്ടു കേട്ടോ. അവൻ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവൻ പഠിക്കുന്നുമുണ്ട്, ജോലിയും ചെയ്യുന്നുണ്ട്. അന്ന് അവിടെ ഇറങ്ങി ഞങ്ങൾ കരിക്കും പനം തേങ്ങയും പനം കരിക്കും എല്ലാം കഴിച്ചതിന് ശേഷം തിരിച്ച് ഞങ്ങൾ കാറിൽ കയറി യാത്ര തുടങ്ങി. ഈ പോകുന്ന വഴിക്ക് ഒരു അനുഭവം ഉണ്ടായി കേട്ടോ. ഒരു കോളേജ്, അതിൻ്റെ മുന്നിൽ ഒരു തല വെട്ടി വെച്ചേക്കുന്നു. ചുറ്റും ആൾക്കാർ, പോലീസ്, ക്യാമറ, മീഡിയക്കാർ. ഇതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ വരണ്ടു പോയി കേട്ടോ. എന്താണ് സംഭവം എന്നറിയത്തില്ലല്ലോ. പിന്നെ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഞങ്ങൾ അതിൻ്റെ തൊട്ടടുത്ത ഹോട്ടലിലോട്ടാണ് ഇറങ്ങേണ്ടത് കൊണ്ട് തന്നെ ആദ്യം ചിക്കുവിനെ പറഞ്ഞു വിട്ടു എന്താ സംഭവം എന്നറിയാനായിട്ട്. അപ്പോൾ ചിക്കു ചിരിച്ചോണ്ട് വന്നപ്പോഴത്തേക്കും കാര്യം ഗൗരവമല്ലെന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ ചെന്ന് നോക്കിയപ്പോഴാണ് ഏതോ ഒരു തമിഴ് സീരിയലിൻ്റെ ഷൂട്ടിങ് നടക്കുക കേട്ടോ.
സത്യത്തിൽ കണ്ടപ്പോൾ പേടിച്ചു പോയി. അപ്പോൾ തിരിച്ച് യാത്ര കമ്പം തേനി വഴിയാണ് കേട്ടോ. അപ്പോൾ തേനി എടുക്കാറാകുമ്പോഴത്തേക്കും അവിടെ മുന്തിരി തോട്ടങ്ങളുണ്ട്, നമുക്ക് അവിടെ ഇറങ്ങണമെന്ന് സുജാതമ്മ നേരത്തെ മുതൽ പറയുന്നുണ്ടായിരുന്നേ. ഇവിടെ ഹൈവേയുടെ ഇരുവശങ്ങളിലായിട്ട് ഒത്തിരി പ്രൈവറ്റ് പ്രോപ്പർട്ടീസിൽ ഇങ്ങനെ മുന്തിരി തോപ്പുകൾ കാണാം കേട്ടോ. ഒരു എൻട്രി ഫീസ് കൊടുത്തിട്ടാണ് നമുക്ക് ഈ തോപ്പുകളിൽ ചെല്ലാൻ പറ്റുന്നത്. ഇങ്ങനെയുള്ള മുന്തിരി തോപ്പുകൾ സംരക്ഷിക്കാനായിട്ട് അവിടെ തന്നെ കുറച്ച് തമിഴ് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. കാര്യം ഈ വരുന്ന സന്ദർശകർ മുന്തിരികളെ നശിപ്പിക്കാതിരിക്കാനായിട്ട് അവരെപ്പോഴും ഇൻസ്ട്രക്ഷൻസ് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഇവിടുത്തെ മുന്തിരികൾ വേണമെങ്കിൽ അത് സെപ്പറേറ്റ് നമുക്ക് അവിടുത്തെ കൗണ്ടറിൽ നിന്ന് പൈസ അടച്ച് വാങ്ങാവുന്നതാണ്. അപ്പം ഞങ്ങളും വാങ്ങി കേട്ടോ. വൈൻ കേട്ടാലോ, ഫ്രഷ് മുന്തിരിയല്ലേ. പിന്നെ കുറച്ച് സമയം അവിടെ നിന്നതിന് ശേഷം ഞങ്ങൾ തിരികെ പോവുകയാണ്. ഇനിയിപ്പോൾ എന്താ ഒന്നുമില്ല, നമ്മുടെ വീട്ടിലേക്ക് എത്തുക, അത് തന്നെ. വീട്ടിൽ അമ്മയും അച്ഛനും ഞങ്ങളെ വെയിറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കുവാണ് ഫുഡെല്ലാം ഉണ്ടായിക്കൊണ്ട്. അപ്പോൾ പോകുന്ന വഴിയൊക്കെ മഴയായിരുന്നു. എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. ബൈ ബൈ.